ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബിതങ്ങൾക്ക് മുമ്പ് എത്രയോ അംബിയ മുർസലീകൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് പലർക്കും കിതാബുകൾ നൽകപ്പെട്ടവരുണ്ട്, ഏടുകൾ നൽകപ്പെട്ടവരുണ്ട്. അങ്ങനെ ഈ ഭൂമി ലോകത്ത് പ്രബോധനവുമായി വന്ന പ്രവാചകന്മാർ, ചില പ്രവാചകന്മാർ ഒരു നാട്ടിലേക്ക് മാത്രം നബിമാരായിരുന്നു, ചിലർ ചില ഗോത്രങ്ങളിലേക്ക് മാത്രമാണ്, ചില ആളുകൾ ചില ജില്ലകളിലേക്ക് മാത്രമാണ്. നബിതങ്ങൾക്ക് മുമ്പുള്ള അംബിയ മുർസലുകൾ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു അയച്ചതെങ്കിൽ, അവസാനത്തെ പ്രവാചകരായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു അയക്കുമ്പോൾ ഒരു പഞ്ചായത്തിലേക്ക് മാത്രമോ അല്ലെങ്കിൽ ഒരു നാടുകളിലേക്കോ ഒരു ജില്ലയിലേക്കോ മാത്രമല്ല അയച്ചിട്ടുള്ളത്. എല്ലാ ഭൂമി ലോകങ്ങളിലേക്കുള്ള എല്ലാ ജനങ്ങളിലേക്കും ഖിയാമത്ത് നാൾ വരെ വരുന്ന പ്രവാചകരായി ഹബീബായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിക്കുകയാണ്. അപ്പോൾ ആ നബി തങ്ങൾക്കുള്ള ബഹുമാനം, അവിടുത്തെ ആദരവ്, അവിടുത്തെ മഹത്വം ആർക്കും പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. ആ നബി തങ്ങൾക്ക് കൊടുക്കുന്ന കിതാബാണെങ്കിലോ പരിശുദ്ധ ഖുർആൻ, ഫുർഖാനുൽ അലീം എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ നബി തങ്ങൾക്ക് അല്ലാഹു നൽകപ്പെടുകയാണ്. ഈ പരിശുദ്ധ ഖുർആനിന്റെ ബഹുമാനവും ലോകത്താർക്കും പറഞ്ഞു തീർക്കാൻ സാധ്യമേ അല്ല. قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ മഹത്വം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നബിയെ തങ്ങൾ പറയുക, കടലുള്ള വെള്ളം മുഴുവനും മഷിയാക്കി മാറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ ബഹുമാനം, അതിൻ്റെ ആദരവ് എഴുതാൻ തുടങ്ങിയാൽ ലനഫിദൽ ബഹ്റു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ കലിമത്ത് അവിടെ ബാക്കിയാവുകയാണ്. അതേ സമയത്ത് കടലുള്ള വെള്ളം വറ്റിപ്പോവുകയാണ്. വലോ ജീനാ ബിമിസ്ലിഹി മദദാ, എത്ര കടലുകളെ ആവർത്തിച്ചു കൊണ്ടുവന്നാലും അള്ളാഹുവിൻ്റെ കലാം അവിടെ ബാക്കിയാവുകയും കടലിലുള്ള വെള്ളം വറ്റിപ്പോവുകയും ചെയ്യുന്ന അത്രയും ബഹുമാനമുള്ള ആദരവുള്ള പരിശുദ്ധ ഖുർആനാണ് ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ടിരിക്കുന്നത്. അതോ പരിശുദ്ധ റമളാൻ മാസത്തിൽ, ആ മാസത്തിൻ്റെ ബഹുമാനവും പറയാൻ സാധ്യമല്ല. ഏറ്റവും ബഹുമാനമുള്ള ഹബീബായ നബി തങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുള്ള പരിശുദ്ധ ഖുർആൻ, ഏറ്റവും ബഹുമാനമുള്ള പരിശുദ്ധ റമളാൻ മാസത്തിലാണ് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ മഹത്വം, അവിടുത്തെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അത് ലോകത്തിലുള്ള മനുഷ്യനാകുന്ന നമുക്ക് നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധ ഖുർആൻ തന്നുകൊണ്ട് ഹബീബായ മുസ്തഫ നബി തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ നബി തങ്ങൾ നമുക്ക് ഒരുപാട് ഇൽമുകൾ, ഒരുപാട് അറിവുകൾ, ഒരു മനുഷ്യനുക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും തന്നിട്ടുണ്ട്. ഇന്ന് നോക്കിയാൽ ഓരോ ദിവസവും അതാ ജനങ്ങൾ യുക്തിവാദികളായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്ത് സലാമത്താക്കുമാറാകട്ടെ. നമുക്കുള്ള ഈമാൻ, നമ്മൾക്കുള്ള മക്കൾക്കുള്ള ഈമാൻ, ഖിയാമത്ത് നാൾ വരെ വരുന്ന മക്കൾ പരമ്പരകൾ അള്ളാഹുവിന് തഖ്വയും ഈമാനുള്ള പരമ്പരകളാക്കി അള്ളാഹു ആക്കി തരുമാറാകട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ മൗലീദുകളും സലാത്തുകളും ദിക്റുകളുമെല്ലാം, ഇതുപോലുള്ള മജ്ലിസുകളെല്ലാം എത്ര കണ്ട് നാം ഉഷാറാക്കുന്നുണ്ടോ അത്ര കണ്ട് നമുക്ക് ഈമാൻ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയാണ് നബി തങ്ങൾ നമുക്ക് വഅദ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഭൂമി ലോകം മാത്രം ഒരു ലോകമല്ല, ആഖിറമാകുന്നൊരു ലോകമുണ്ട്, ഖബർ ലോകമുണ്ട്, മഹ്ശറയുണ്ട്, സിറാത്തുണ്ട്. ഇങ്ങനെ ഓരോ ലോകങ്ങളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും പുന്നാര മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്.
അത് ഈ ഭൂമി ലോകത്തിരിക്കുമ്പോൾ നമുക്കത് കാണാനോ അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല എന്തിൻ്റെ അപ്പുറത്തൊരു ലോകമുണ്ട് എന്ന്. ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കടലുണ്ടല്ലോ, ആ കടലിൽ എത്രയോ മത്സ്യങ്ങളുണ്ട്, അതല്ലാത്ത പല ജീവികളുമുണ്ട്. വലിയ വലിയ മീനുകൾ കടലിലുണ്ട്. പക്ഷേ ആ കടലുള്ള വലിയ വലിയ മീനുകൾക്കും വലിയ വലിയ മത്സ്യങ്ങൾക്കും ഈ കടലാകുന്ന ആ കടലിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലുള്ള കോടാനുകോടി മത്സ്യങ്ങൾ, ജീവികൾ, അതിനൊക്കെ കരയിൽ മനുഷ്യന്മാരുണ്ട്, അതുപോലെ തന്നെ വാഹനങ്ങളുണ്ട്, മരങ്ങളുണ്ട്, പല ജാതി ജീവികളുണ്ട്, അല്ലെങ്കിൽ പല ഓരോ കാര്യങ്ങളുണ്ട് എന്ന് ഈ കടലിലുള്ള ഈ ജീവികൾക്ക് അറിയുകയില്ല. കാരണം അത് കരയിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ ലോകം അത് മാത്രമാണത് കണ്ടിട്ടുള്ളത്. ആ സമയത്ത് ആ കടലുള്ള മീനിൽപ്പെട്ടൊരു വലിയൊരു മീന് വന്നുകൊണ്ട് കടലുള്ള മറ്റുള്ള മീനുകൾക്ക് വഅ്ള് പറഞ്ഞു കൊടുക്കുകയാണ്. ഓ മീനുകളെ, അല്ലെങ്കിൽ ജീവികളെ, നിങ്ങൾ കരയിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ കരയിലേക്ക് അധികം കരയിലേക്കോ മുകൾ ഭാഗത്തേക്കോ പോകാൻ പാടില്ല എന്ന് വലിയൊരു തിമിംഗലമത മറ്റുള്ള മീനുകൾക്ക് വഅ്ള് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ കരയിൽ പോയാൽ ആ കടലിലേക്ക് വലിയ ബോട്ടിൽ വല പിരിച്ചുകൊണ്ട് 2, 3, 4, 5 ആളുകൾ, വലിയ വലിയ കറുത്ത മനുഷ്യന്മാർ, അവർ വന്നുകൊണ്ട് ആ വലയിൽ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയി കരയിൽ കൊണ്ടുപോയി ആ കരയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഐസിലിടും, അങ്ങനെ കരയിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് ലേലം ചെയ്യും. കുറേ ആളുകൾ നിങ്ങളെ വില കൊടുത്ത് വാങ്ങി ഓരോ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളെല്ലാം കുറേ ആളുകൾ നിങ്ങളുടെ ജീവനോടെ അല്ലെങ്കിൽ അതിനെ മുറിച്ചുകൊണ്ട് നല്ല മുളകെല്ലാം പെരക്കിക്കൊണ്ട് എണ്ണയിലിട്ട് പൊരിച്ചു കളിയും. അങ്ങനെയുള്ള ശിക്ഷകൾ, നിങ്ങൾക്ക് അദാബുകൾ വരാനുണ്ട്. അതുകൊണ്ട് കരയിലേക്ക് നിങ്ങൾ പോവുകയില്ല. അതും മാത്രമല്ല, ചില ആളുകൾ നിങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് നല്ല മുളകും അതുപോലെ തന്നെ തേങ്ങയും ഉള്ളിയെല്ലാം ഇട്ടുകൊണ്ട് അതാ ഒരു തീക്കുണ്ടാരത്തിൽ ഒരടുപ്പിൽ പാത്രം വെച്ച് അതിൽ ഇട്ടുകൊണ്ട് നിങ്ങളെ കരിച്ച്, നിങ്ങളെ പൊരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ വേവിച്ച് വേദനിപ്പിച്ച് കളിയുമെന്ന് കടലിലുള്ളൊരു വലിയൊരു മീന് മറ്റുള്ള മീനുകൾക്ക് വഅ്ള് പറയുമ്പോൾ മറ്റുള്ള മീനുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. കാരണം ഈ ഭൂമി ലോകം അത് അവർ കണ്ടിട്ടില്ല. അങ്ങനെ ആ മീനിൻ്റെ വഅ്ള് കേൾക്കാതെ കരയിലേക്ക് വന്നുകൊണ്ട്, അങ്ങനെ അനുസരിക്കാതെ, അത് സ്വീകരിക്കാതെ കരയിൽ വന്നുകൊണ്ട്, അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് വന്ന മീനിനൊക്കെ അതാ കടപ്പുറത്ത് പൂസ്ലാമാർ അതിനെ പിടിച്ച് കൊണ്ടുവന്ന് വലയിൽ കൊണ്ട് വിൽക്കുകയും പൊരിക്കുകയും കറി വെക്കുന്ന ഒരവസ്ഥ ആ മീനുകൾക്ക് വരും. ഇതുകൊണ്ടാണ് ആ മീനിൻ്റെ വയല്, ആ വലിയ മീന് പറഞ്ഞ ഉപദേശം കേൾക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരവസ്ഥ അതിന് വരുമെങ്കിൽ, ഓ പ്രിയമുള്ള മുഅ്മിനുകളെ, ഹബീബായ നബി തങ്ങൾ വന്നുകൊണ്ട് നമുക്ക് ആഖിറമാകുന്ന ലോകമുണ്ട്, ഖബർ ലോകമുണ്ട്, മഹ്ശറുണ്ട് എന്നെല്ലാം വളരെ വ്യക്തമായി നമ്മൾക്ക് കാണാത്ത അപ്പുറത്തുള്ളൊരു ലോകത്തെക്കുറിച്ച്, നാം കണ്ടില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഹബീബായ നബി തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് വഅ്ള് പറഞ്ഞു തന്നപ്പോൾ, ഉപദേശം പറഞ്ഞു തന്നപ്പോൾ, അതിനെ ഉൾക്കൊള്ളാതെ അനുസരിക്കാതെ നമ്മൾ മനുഷ്യരായി ജീവിക്കാതെ ഇവിടെ അനാവശ്യമായി ജീവിച്ചു പോയാൽ നമുക്കും അതേ പരാജയം വന്നു പോകും. അള്ളാഹു കാത്ത് സലാമത്താക്കുമാറാകട്ടെ. നമ്മൾ സലാത്ത് വാർഷികത്തിലാണല്ലോ ഹബീബായ നബി തങ്ങൾക്കുള്ള പ്രസ്ഥാനമാകുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിൻ്റെ വളർച്ചക്കും അതിൻ്റെ ഉയർച്ചക്കും അനിവാര്യമായ പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ ചെയ്യേണ്ടതെന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ, മുമ്പുള്ള സ്വാഗത പ്രസംഗത്തിൽ കേട്ടു ഇവിടെ ഒരു മദ്രസയുടെ ആവശ്യമുണ്ടെന്ന്. ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിലൊരു മദ്രസ അല്ലെങ്കിൽ ഒരു പള്ളി ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അതിന് സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് സംഭാവനകൾ തന്നുകൊണ്ട് നാട്ടുകാരാകുന്ന സാധുക്കളായ നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം ഇവിടെ ഒരു മദ്രസ പടുത്തുയർത്തിയാൽ ആ മദ്രസ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയാണ്. നാം ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയും ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുകയാണ്. അതിന് സംഭാവന ചെയ്തവർക്ക്, അതിനെ സഹായിച്ചവർക്ക്, അതിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക്, അവർ ഈ പള്ളിയുടെ പരിസരങ്ങളിൽ
മന്തി ഉറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഓരോ ദിവസങ്ങളിലും പിഞ്ചുമക്കൾ വന്നുകൊണ്ട് ഇൽമു പഠിക്കുമ്പോൾ, ഈമാനുള്ള മുഅ്മിനീങ്ങൾ വന്ന് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലമതാ ഖിയാമത്ത് നാൾ വരെ അവൻ്റെ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വെളിച്ചമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് നാം ഉണ്ടാക്കിയത് വെറും സ്വന്തം വീട് മാത്രമാണ്. ഞാൻ വലിയൊരു വീടുണ്ടാക്കി, വലിയ തോട്ടങ്ങളുണ്ടാക്കി, വലിയ വലിയ കൊട്ടാരങ്ങളുണ്ടാക്കി, എല്ലാം വേണ്ട സൗകര്യം ചെയ്തുകൊണ്ട് ലോകത്തിലേക്ക് ആവശ്യമായ എല്ലാ അവസ്ഥകളും ഉണ്ടാക്കി പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ അവൻ്റെ ഏതെങ്കിലും ഒരു മകൻ അതിനെ വിറ്റ് നശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ പേരമക്കൾ വിൽക്കുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ 10, 13, 14 മക്കൾ അതിനെ ഓഹരി ചെയ്ത് കൊണ്ടെടുക്കുകയാണ്. അങ്ങനെ ഓഹരി ചെയ്യപ്പെടുന്നു. ചില ആളുകൾ അതിനെ വിൽക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവൻ്റെ മക്കളെ കാലത്ത് അതിനെ വിൽക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ചില ആളുകൾ അതിനെ പണയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി ലോൺ എടുക്കുകയാണ്. ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പള്ളിക്ക് വേണ്ടി നാം അതിൽ സംഭാവന ചെയ്താൽ, അതിന് സിമന്റ് കൊടുത്താൽ, കമ്പി കൊടുത്താൽ, അല്ലെങ്കിൽ ജല്ലി കൊടുത്താൽ, അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയ പ്രസ്ഥാനമാകുന്ന പ്രസ്ഥാനത്തിൻ്റെ വളർച്ചക്ക്, ഇസ്ലാമിൻ്റെ വളർച്ചക്ക് വേണ്ടി ഒരു മനുഷ്യൻ മദ്രസയുണ്ടാക്കിയാൽ, അതിന് സഹായം ചെയ്താൽ, ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതിനെ വിൽക്കപ്പെടാനില്ല, അതിനെ ഓഹരി ചെയ്യപ്പെടാനില്ല, അതിനെ പണയം വെക്കാനില്ല, അതിനൊന്നും ചെയ്യാനില്ല. അത്